ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് മിസ്സായി സാറിന്റെ ഔദ്യോഗികമായിട്ടുള്ള തിരക്ക് കാരണം കഴിഞ്ഞ ആഴ്ച നമുക്ക് പ്രഭാഷണം കേൾക്കാൻ ഇടയാകാതെ പോയി. നമുക്ക് ഈ ആഴ്ച നമ്മുടെ ദിവ്യക്ഷേത്ര ആദർശ എന്ന ഗ്രന്ഥത്തെ പറ്റിയുള്ള പ്രതിപാദിക്കുന്ന ശ്ലോകങ്ങളെ പറ്റിയാണ് സാർ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രഭാഷണത്തിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. അതുപോലെ എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓം ഗുരുഭ്യോ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളം ആത്മബോധമഖിലാണ്ട പ്രേമ പൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമഃ. 6ാമത്തെ ശ്ലോകം. അന്തഃസന്താപമന്തം പ്രണയതു ശിവശക്തിയേകതാപത്തിമത്സുബ്രഹ്മണ്യാഭിഖ്യ സച്ചിത് സുഖമയമപരിച്ഛേദ്യമാദ്യം മഹോന ഏതന്മന്ദാചലപ്രസ്രവനിലയഗതം വേദമൂർധന്യജന്യജ്ഞാനാനന്യസ്വഭാവം പരിലഷിത പദാർത്ഥാപ്തികൽപാകകൽപ്പം. അപ്പൊ നമുക്ക് 6ാമത്തെ ശ്ലോകം. ശ്ലോകം ഇവിടെ നന്നായിട്ട് ചൊല്ലി. എന്താണ് ഇതിൽ പറയുന്നത്? അന്തസന്താപം അന്തം പ്രണയതു ശിവശക്തി ഏകതാപത്തിമത് സുബ്രഹ്മണ്യാഭിഖ്യ സച്ചിത് സുഖമയം അപരിച്ഛേദം ആദ്യം മഹോ നഹ ഏതൻ മന്ദാചല അപ്രസ്രവനിലയഗതം വേദമൂർധന്യജന്യ ജ്ഞാനാനന്യസ്വഭാവം പരിലഷിത പദാർത്ഥാപ്തി കൽപ്പാകകൽപ്പം എന്നാണ്. അന്തസന്താപം പ്രണയതു. അന്തസന്താപം, അന്തസന്താപ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തഹ. അന്തഹ എന്ന് പറഞ്ഞാല് ഉള്ളിൽ. അന്തം എന്ന പദമല്ല ഇത്. അന്തഹ, അന്തർ ശബ്ദമാണ്. അന്തരംഗത്തിൽ, ഉള്ളിൽ എന്നർത്ഥം. സന്താപം പ്രണയതു. സന്താപം ഉള്ളിലുള്ള സന്താപത്തെ, ചിത്തസന്താപത്തെ പ്രണയതു പ്രണയിക്കട്ടെ എന്നാണ്. അപ്പൊ പ്രണയിക്കട്ടെ എന്ന് പറയുമ്പോ അതിനെ സ്നേഹിക്കട്ടെ എന്നല്ലേ അർത്ഥം എന്ന് തോന്നാം. അവിടെ ആണ് ഈ പദത്തെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധയോടെ നോക്കേണ്ടതിന്റെ ആവശ്യകത വരുന്നത്. പ്രകർഷേണ നയതു, പ്രകൃഷ്ടമായ രീതിയിൽ നയിക്കട്ടെ എന്നാണ്. അപ്പൊ പദങ്ങളെ നമ്മൾ പല വിധത്തിൽ വീക്ഷിക്കുമ്പോൾ പലതരത്തിലുള്ള അർത്ഥങ്ങൾ സിദ്ധിക്കും. അപ്പൊ നമുക്ക് ഈ പ്രണീത എന്നൊരു വാക്കുണ്ട്. പ്രണീതം. നമ്മൾ സാധാരണ പല കർമ്മങ്ങളിലും നമ്മൾ എടുക്കുന്ന ചെറിയൊരു പാത്രമുണ്ട്, പ്രണീത എന്നൊരു, പ്രണീതം എന്നുള്ളത്. അതിനു പുറമെ പ്രണീത സംസ്കൃതോ അനലഹ എന്ന് അമരകോശം പറയുന്നുണ്ട്. പ്രണീതം എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതമായ അനലനാണ്. അനലഹ എന്ന് പറഞ്ഞാല് അഗ്നി, അലം എന്ന ഭാവം ഇല്ലാത്തത് അനലൻ. അഗ്നിക്ക് അലം എന്നില്ല. എന്തൊക്കെ ദഹിപ്പിച്ചാലും പിന്നെയും അത് ദഹിപ്പിച്ചു കൊണ്ടേയിരിക്കും, കത്തിക്കൊണ്ടേയിരിക്കും. അത് കുറെ കത്തിയിട്ട് ഇനി മതി അലം എന്ന് വിചാരിച്ച് അടങ്ങില്ല. അതുകൊണ്ടാണ് അനലഹ എന്ന് അഗ്നിയെ പറയുന്നത്. അപ്പോ അലം ഇല്ലാത്തതായ അഗ്നി പ്രകൃഷ്ടമായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത അഗ്നിയെയാണ് പ്രണീതം എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃഷ്ടമായ രീതിയിൽ നീതം എന്ന് പറഞ്ഞാൽ എന്താണ്? നയിക്കപ്പെട്ടത്. അപ്പോ അരണി കടഞ്ഞ്
ഏറ്റവും ശുദ്ധമായ രീതിയിൽ എടുത്ത അഗ്നിയെ ആണ് അവിടെ പ്രണീത എന്ന് പറയുന്നത്. അപ്പോ ആ പദം തന്നെ പ്രകർഷേണ നീത എന്നുള്ള പദം. അപ്പൊ നീതം എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? നയിക്കപ്പെട്ടത് എന്നും പറയും. അപ്പോ പ്രകൃഷ്ടമായ രീതിയിൽ നയിക്കപ്പെട്ടത് എന്താണ്? വെൽ ബ്രോട്ടപ്പ്, നന്നായി വളർത്തിക്കൊണ്ടുവന്നത് എന്ന അർത്ഥത്തിൽ എന്ത് പറയാം? നമുക്ക് പ്രണീത എന്ന് പറയാം. അപ്പോ പ്രണീതം അഥവാ പ്രണയിക്കപ്പെട്ടത്, സ്നേഹിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ എന്ത് പറയും? പ്രണീത എന്ന് പറയും. അപ്പോ നോക്കൂ, അർത്ഥങ്ങൾക്ക് പദങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു അതിനനുസരിച്ച് ആ പദങ്ങൾക്ക് അർത്ഥതലങ്ങൾ വരികയാണ്. അപ്പൊ ഇവിടെ പ്രണയതു എന്ന് പറയുമ്പോ പ്രകർഷേണ നയിക്കട്ടെ. നയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൊണ്ടുപോവുക, നമ്മിൽ നിന്ന് നീക്കി കൊണ്ടുപോകട്ടെ എന്നർത്ഥം. അപ്പോ അന്തസന്താപം, സന്താപത്തെ അന്തം നയതു, അവസാനത്തിലേക്ക് നയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ശോകത്തെ, ചിത്തശോകത്തെ നയിക്കട്ടെ, നീക്കിക്കളയട്ടെ എന്നാണ് അർത്ഥം. നമ്മുടെ മനസ്സിലുള്ള ദുഃഖത്തെ, ശോകത്തെ നീക്കിക്കളയട്ടെ. അന്തസന്താപം പ്രണയതു, പ്രകർഷേണ നയതു. ആരാണ്, ഏത് ദേവനെയാണ് നമ്മൾ നമ്മുടെ അന്തസന്താപത്തെ നയിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രസാദിപ്പിക്കുന്നത് ഈ ശ്ലോകത്തിലൂടെ? ശിവശക്തി ഏകതാപത്തിമത് സുബ്രഹ്മണ്യാഭിഖ്യ സച്ചിത് സുഖമയം അപരിച്ഛേദ്യം ആദ്യം മഹഃ നഹ. നഹ 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 എന്ന് പറഞ്ഞാല് നമ്മുടെ, അല്ലെ, നമ്മളുടെ, നമുക്ക് എന്നാണ് അർത്ഥം. നഹ, അല്ലെ, ന എന്നുള്ള പദം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വിസർഗത്തോടു കൂടി. അസ്മത് ശബ്ദത്തിന്റെ രൂപഭേദങ്ങളാണ് ഇത്, അല്ലെ. അപ്പൊ നഹ നമ്മളെപ്പോഴും പറയാറുണ്ട്, സഹനൗ അവധു, സഹനൗ ഭുനക്തു, അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ്. അതിന്റെ ഷഷ്ടി ബഹുവചനത്തിലുള്ള രൂപമാണ് നഹ എന്ന്. ഷഷ്ടിയിലെ രൂപം മമ മേ ആവയോഹു നൗ അസ്മാകം നഹ എന്നാണ്. അപ്പൊ അസ്മാകം, നമ്മുടെ എന്ന് അർത്ഥം. നഹ അന്തസന്താപം അന്തഃ പ്രണയതു, നമ്മുടെ ഉള്ളിലുള്ള സന്താപത്തെ ഏറ്റവും പ്രകൃഷ്ടമായ രീതിയിൽ നയിക്കട്ടെ എന്നർത്ഥം. അപ്പൊ എങ്ങനെയുള്ള, ആരാണ് നയിക്കേണ്ടത്? മഹഹ എന്നാണ്. മഹഹ എന്ന് പറഞ്ഞാല് മഹസ്. മഹസ് എന്താണ്? ശോഭയാണ്, അറിയാവുന്ന പദമാണ്. അപ്പൊ ആ ശോഭ, ആ ദിവ്യമായിട്ടുള്ളതായ ആ തേജസ് നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളെ നീക്കിക്കളയുമാറാകട്ടെ എന്നർത്ഥം. ഇനി ആ മഹസ് എങ്ങനെയുള്ളതാണ് എന്നാണ് പറയുന്നത്. അത് ശിവ ശക്തി ഏകതാപത്തിമത് സുബ്രഹ്മണ്യ അഭിഖ്യ സച്ചിത് സുഖമയം അപരിച്ഛേദ്യം ആദ്യം. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾക്ക് വിശേഷ്യമായി ഇരിക്കുന്നതാണ്. ആദ്യമായ മഹസ്സാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ ആദിയിൽ ഉണ്ടായതാണ് ആദ്യം എന്ന് പറയുന്നത്. അപ്പൊ ആദി എന്ന് പറഞ്ഞാൽ എന്താണ്? യസ്യ പൂർവം നാസ്തി പരം അസ്തി. അതിനെയാണ് ആദ്യം എന്ന് പറയുക. മുൻപ് യാതൊന്നുമില്ല, പിന്നിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് ആദ്യം എന്ന് പറയാം. അന്തം എന്ന് പറയുമ്പോഴോ യസ്യ പൂർവമസ്തി പരം നാസ്തി. പരത്തിലേക്ക് ഒന്നുമില്ല, മുമ്പിലേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് അന്തം എന്ന് പറയുക. അപ്പൊ മുമ്പിലേക്ക് മാത്രം, പിന്നിലേക്ക് യാതൊന്നും ഇല്ല. അപ്പൊ അതിനെ അന്തം എന്ന് പറയും. അന്തത്തിലുണ്ടായതിന് അന്ത്യം എന്നും പറയും. അപ്പൊ അന്തം നമ്മൾ വേറെ അർത്ഥങ്ങളിലും പ്രയോഗിക്കാറുണ്ട്, അല്ലെ? ലക്ഷ്യം എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പദമാണ് അന്തം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അന്തം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന എൻഡ്, അതാണ് അന്തം. അപ്പൊ ആ അന്തം എങ്ങനെയാണ്?
അതല്ലാതെ അതിന് പിന്നിലേക്ക് നമുക്ക് യാതൊന്നുമില്ല. അപ്പൊ നമ്മൾ അതിനെയാണ് എന്തായിട്ട് കാണുന്നത്? നമുക്ക് പ്രാപിക്കേണ്ട സ്ഥലമായിട്ട് അതിനെ കാണുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളതിനെ അന്തം അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അവസാനം എന്ന് മാത്രമല്ല, അതിന്റെ അർത്ഥം വേദത്തിന്റെ ലക്ഷ്യം എന്നാണ്. വേദം അധ്യയനം ചെയ്യുന്ന ആളുകളെ ആ ലക്ഷ്യത്തിലേക്കാണ്, വേദ അന്തത്തിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് വേദം അതിനെ ലക്ഷ്യമാക്കുന്നു എന്ന അർത്ഥത്തിൽ വേദാന്തം എന്ന് പറയുന്നു. ശരിക്കും നമ്മൾ നോക്കിയാൽ അത് തന്നെയാണ് എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയാവുന്നത്, ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയാവുന്നത്. അപ്പോ ഇവിടെ ആദി അന്തം ഈ പദങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഇവിടെ എന്താണ്? ആദിയായ മഹസ്. അപ്പൊ ഈ മഹസ് എന്താണ്? ഏറ്റവും സർവ മഹസ്സുകളെന്ന് നമ്മൾ പരാമർശിക്കുന്നവയ്ക്കും, അതായത് ഈ മഹസ്സിൽ നിന്ന് ഭിന്നമായി വേറൊരു മഹസ്സില്ല. അപ്പൊ ആദിയായ ആ മഹസ്, ആദി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അതിനെ പറയാ എന്താണ്? ആദ്യന്ത വിഹീനം എന്നാണ് നമ്മൾ പറയാ. എങ്കിലും നമ്മുടെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആദിയായ മഹസ് എന്ന് പറയാൻ കാരണം അതിനെ തുടർന്ന് പല മഹസ്സുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, അഥവാ നമ്മൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. പല തേജസ്സുകളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ അവതാരങ്ങളൊക്കെ ഉണ്ട്, പല പല അവതാരങ്ങളുണ്ട്, മത്സ്യകൂർമാദികളായിട്ടുള്ള അവതാരങ്ങളൊക്കെ ഉണ്ട്. ശ്രീ പരമേശ്വരനാണെങ്കിലും കിരാതാദി വേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്കറിയാം, അല്ലെ? കിരാതമൂർത്തിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിൽ പല തേജസ്സുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ ആദ്യമായിട്ടുള്ളത് എന്താണ്? നമുക്ക് വിഭാവനം ചെയ്യാൻ പോലും ക്ലേശം ഉളവാക്കുന്നത്, ബുദ്ധിമുട്ടാണ്. ഏത് രൂപമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെയേറെ പ്രയാസം ഉള്ളതാണ് അത്. അപ്പോ അങ്ങനെയുള്ള ആ ആദിയായ മഹസ്, ആദിയിൽ ഉണ്ടായി എന്ന് നമ്മുടെ വ്യവഹാരത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഉണ്ടായതല്ല, ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല. അനാദിയാണ്, അനന്തമാണ്. എങ്കിലും നമുക്കൊരു പരിമിതി വേണല്ലോ മനുഷ്യരെ. നമ്മുടെ സങ്കല്പ ശക്തിക്ക് അപ്പുറമായതുകൊണ്ട് നമ്മുടെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയാണ് ആദിയിലായ ആ മഹസ് എന്ന് നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് ആദ്യന്ത വിഹീനമാണ്. അപ്പോൾ ആ മഹസ് എങ്ങനെയുള്ളതാണിത്? സുബ്രഹ്മണ്യാഭിഖ്യം, സുബ്രഹ്മണ്യ അഭിഖ്യം, സുബ്രഹ്മണ്യൻ എന്ന അഭിഖ്യയോട് കൂടിയത്. അഭിഖ്യ വേണമെങ്കിൽ നമുക്ക് വ്യവഹരിക്കപ്പെടുന്നത് പേര് എന്നൊക്കെ നമുക്ക് പറയാം, പ്രശസ്തി. സുബ്രഹ്മണ്യ സംജ്ഞ എന്ന് പറഞ്ഞാലും അത് തന്നെയാണല്ലോ. സമ്യക് ജ്ഞായതേ അനയായിതി സംജ്ഞ, സമ്യക്കായി ഇതുകൊണ്ട് അറിയപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ സംജ്ഞ എന്ന് പറയുന്നത്. പേരിനെയും നമ്മൾ സംജ്ഞ എന്ന് പറയും. നമ്മുടെ ആ ഫാക്കൽറ്റി, നമ്മൾ അറിയുന്ന ആ ഫാക്കൽറ്റി, അതായത് ബോധതലം, അതിനെയും നമ്മൾ സംജ്ഞ എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയാറില്ലേ ഗതസംജ്ഞനായി, മോഹാലസ്യപ്പെട്ട നമ്മൾ എന്താ പറയാ? ഗതസംജ്ഞനായി, നഷ്ടസംജ്ഞനായി എന്നൊക്കെ പറയും. അപ്പൊ സംജ്ഞ അവിടെ പേരല്ല, പിന്നെ എന്താണ്? നമ്മുടെ ബോധതലത്തെയാണ് അവിടെ സംജ്ഞ എന്ന് പറയുന്നത്. അപ്പൊ സുബ്രഹ്മണ്യം, സുഷ്ടു ശോഭനമായ ബ്രഹ്മണ്യം, ബ്രഹ്മമയം ആയിട്ടുള്ളതാണ് അത്, ആ ബ്രഹ്മം തന്നെ. അപ്പോ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മളിപ്പോ ആ തേജസ്സിനെ, ഈശ്വര തേജസ്സിനെ നമ്മൾ പല വിധത്തിൽ കാണാൻ ശ്രമിക്കുകയാണ്, പല പല രൂപത്തിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ അഗ്നിയുടെ രൂപത്തിൽ കാണും. തേജസ്സാണല്ലോ, ഊർജമാണ്, അല്ലെ? അതാണ് അഗ്നേ തവയ തേജസ് തദ് ബ്രാഹ്മം എന്ന് ശ്രീനാരായണ ഗുരുവും ഹവന മന്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അഗ്നേ തവയത് തേജഃ തത് ബ്രാഹ്മം, അഗ്നി അങ്ങയുടെ തേജസ് ബ്രാഹ്മമാണ് എന്ന് പറയുന്നത്. അപ്പൊ സുബ്രഹ്മണ്യൻ, അപ്പൊ ശോഭനമായതായ ആ തേജോരൂപം, അതിനെ നമ്മൾ സുബ്രഹ്മണ്യൻ എന്ന് വിളിക്കുന്നു. അപ്പൊ സുബ്രഹ്മണ്യ അഭിഖ്യം, സുബ്രഹ്മണ്യൻ എന്ന പേരോടുകൂടിയ ആ തേജസ്. ഇനി അത് എങ്ങനെയുള്ളതുമാണ്? ശിവശക്തി ഏകതാപത്തിമത്,
ശിവശക്തി ഏകതാപത്തിമത്. ശിവനും ശക്തിയും അഥവാ ശിവന്റെ ശക്തി. ശിവനും ശക്തി എന്ന് പറഞ്ഞാലും വിരോധമില്ല. ശിവസ്യ ശക്തി എന്നോ അഥവാ എന്താണ് ശിവമായ ശക്തി എന്നോ പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും വരാനില്ല. കാരണം അതെന്താണ്? അത് ശുദ്ധമായ ചൈതന്യ സ്വരൂപമാണ്. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വ്യാഖ്യാനത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ പല രൂപഭാവങ്ങളെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സുബ്രഹ്മണ്യ അഭിക്യവും ശിവശക്തി ഏകതാപത്തിമത്. ശിവശക്തികളുടെ ഏകത്വം ആപതിച്ചതുമായ ഏകത്വം, ഒന്നായി തീർന്നത്. ശിവനും ശക്തിയും ഒന്നായി തീർന്നത്, അഥവാ ശിവശക്തിയോട് ഏകത്വം വന്നു ചേർന്നത്. ശിവനും ശക്തിയും രണ്ടാണോ? ഒന്ന് തന്നെയാണ് എന്നാണ്. അപ്പോ ശിവനും ശക്തിയും അതിന്റെ ഏകത്വം രൂപമാണ് ആര്? ഈ ബ്രഹ്മണ്യമായ അഭിക്യ, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്ക് ഈ എന്താണ് സന്തതി ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയയുടെ മഹത്വവും കൂടെ എടുത്ത് പറയുന്നുണ്ട്. ശരിക്കും എന്താണ്? രണ്ടു പേർ ചേർന്ന് ഒന്നായി തീരുകയാണ്, അല്ലെ? ശരിക്ക് പിതാവും മാതാവും ചേർന്ന് എന്തായിത്തീരുന്നു? അവരുടെ അന്തർഗതങ്ങൾ, അവരുടെ സമസ്ത അഭിനിവേശങ്ങളും തന്നെ രൂപമെടുക്കുന്നതാണ് വാസ്തവത്തിൽ സന്തതി. രണ്ടുപേർ ഒന്നായിത്തീരാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പും പറയുകയുണ്ടായിട്ടുണ്ട്, അല്ലെ? ഒരു ശിശുവിനെ കാണുന്ന ആള് എന്ന് പറയുന്നു അച്ഛന്റെ തന്നെ രൂപഭാവങ്ങളൊക്കെ ഈ ശിശുവിലുണ്ട് നമ്മൾ പറയുന്നുണ്ട്. അമ്മയുടെയും സമസ്ത ഭാവങ്ങളും ആരിലുണ്ട്? ഈ ശിശുവിലുണ്ട്. രണ്ടും ചേർന്ന ഒന്നാണ് എന്തായി വരുന്നത്? ശിശു എന്ന് പറയുന്നത്. നമ്മളത് എന്താണ് നാമകരണത്തിന്റെ മന്ത്രവുമായി ബന്ധപ്പെടുത്തി നമ്മൾ അന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നാമകരണത്തിൽ നമ്മൾ അങ്കാദ് സംഭവസി ഹൃദയാത് അഭിജായസേ ആത്മാവൈ പുത്രനാമാസി സജീവ ശരദശതം എന്ന് പറയുമ്പോ ആത്മാവൈ പുത്രനാമാസി എന്ന് പറയുന്നത് ആ പറയുന്ന അച്ഛന്റെ മാത്രം ആത്മാംശമല്ല, അച്ഛന്റെയും അമ്മയുടേതും ആണ്. കാരണം അച്ഛൻ അവിടെ പറയുന്നത് രണ്ടു പേർക്കും വേണ്ടിയിട്ടാണ് അച്ഛൻ അവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ രണ്ടു പേർ ഉണ്ടെങ്കിൽ അത് വ്യവഹാരത്തിന് മാത്രമാണ് രണ്ടുപേരും വാസ്തവത്തിൽ എന്താണ്? ഒന്നാണ്. ഇതാണ് നമ്മൾ വളരെ പ്രതീകാത്മകമായിട്ട് കുഞ്ഞിന്റെ ചെവിയിൽ രഹസ്യമായിട്ട് അച്ഛൻ പേര് വിളിക്കുകയും അമ്മ അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുക്കുകയും ചെയ്യുന്നത് അവർ അവിടെ ഒന്നാണ് എന്ന് കാണിക്കുന്ന ഒരു വലിയ ഐകമത്യ മന്ത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ കാണുന്നത്. ഐകമത്യ മന്ത്രത്തിന്റെ ആവിഷ്കാരം നമ്മൾ കാണുന്ന ഒരു രംഗമാണ് അത്. അപ്പോ നാമകരണം എന്ന് പറയുന്നത്, ഒരു സന്തതിയുടെ ജന്മം എന്ന് പറയുന്നതും എന്തല്ല, ഇത് തീർത്തും ഭൗതികമായ ഒന്നല്ല, അത്യന്തം സമുന്നതമായ ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരു സംസ്കാര വിശേഷമാണ് അത് എന്ന് പറയുന്നത്. അപ്പൊ സംസ്കാര വിശേഷം എന്ന് പറയുമ്പോൾ എന്താണ്? സംസ്കാര വിശേഷം എന്ന് പറയുന്നത് അതിന്റെ മഹത്വത്തെ കാണിക്കുന്നതാണ്, അല്ലാതെ വെറുതെ ഒരു സംസ്കാരം എന്നുള്ള അർത്ഥത്തിൽ അല്ല അർത്ഥം. അപ്പൊ ശിവശക്തികളുടെ ഏകത രൂപമായിട്ടുള്ള ശിവനും ശക്തിയും ഒന്നിച്ചിരിക്കുന്നു. എവിടെ? ഈ സുബ്രഹ്മണ്യം എന്ന ഈ മഹാ തേജസ്സിൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ശിവശക്തി ഏകതാപത്തിമത്, ഏകത ആപതിക്കുക. ആപതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നു ചേരുക. നമ്മൾ ഈ ആപത്ത് എന്ന പദം നമ്മൾ പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്, ആപത്ത് എന്ന പദം. പക്ഷെ അവിടെയൊക്കെ നമുക്ക് അനിഷ്ടമായ വിധത്തിൽ വന്നു ചേരുന്നതാണ് നമ്മൾ പലപ്പോഴും ആപത്ത് എന്ന് പറയാറ്. ആപതിക്കുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന ഒരു അനഭിമതമായ അവസ്ഥാവിശേഷം, ഇതിനാണ് നമ്മൾ പലപ്പോഴും ആപത്തെന്ന് പറയാറുള്ളത്. നമുക്ക് ഇഷ്ടമായ വിധത്തിലാകുമ്പോൾ നമ്മൾ അതിനെ സമ്പത്ത് എന്ന് പറയും. ആപതിക്കുക, സമ്പതിക്കുക, ആപന്നമായത് സമ്പന്നമായത്, ഉത്പദിക്കുക, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന അർത്ഥത്തിൽ എന്താണ്? മുകളിലേക്ക് എടുത്ത് വെക്കുക, എല്ലാം ശരിയാക്കി
നന്നാക്കിയെടുത്ത് അസംസ്കൃതമായതിനെ സംസ്കരിച്ച് എടുത്തു വെക്കുമ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ആ പദ് എന്ന് വന്നു പറയുമ്പോൾ അതെന്താണ്? അതിന്റെ സന്നിവിഷ്ട രൂപം എന്ന അർത്ഥമാണ്. അതിൽ എന്തില്ല? അതിൽ അനഭിമതമായ എന്നൊരർത്ഥം വിവക്ഷിതമല്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ശിവശക്തികളുടെ ഏകത്വ രൂപമായിട്ടുള്ള ശിവശക്തികൾ ഒരൊറ്റ തേജസ്സിൽ ഒന്നായി ചേർന്ന രൂപത്തിലുള്ള ആ ദേവൻ സുബ്രഹ്മണ്യൻ എന്ന് നാം ആ ശക്തിയെ, ആ തേജസ്സിനെ വിളിക്കുന്നു, സംബോധന ചെയ്യുന്നു. നമുക്ക് വിളിക്കാനൊരു രൂപം വേണമല്ലോ, വിളിക്കാനൊരു പേര് വേണം നമുക്ക്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിക്കുന്നു അല്ലെ. നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് പേരിടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? നല്ല അർത്ഥമുള്ള പേരായിരിക്കണം നമ്മൾ വിചാരിക്കും, മംഗളദ്യോതകമായ പേരായിരിക്കണം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പല 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 പേരുകൾ നമുക്ക് തോന്നും. പക്ഷെ എല്ലാ പേരും അങ്ങനെ ഒരാളെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിൽ ഒരു പേര് നമ്മൾ അതിൽ വിളിക്കും. ആ പേര് കൊണ്ട് എന്തൊക്കെ നല്ല അർത്ഥങ്ങളെ വിവക്ഷിക്കാമോ അതിനെ എല്ലാം നമ്മൾ വിവക്ഷിച്ചുകൊണ്ടാണ് ആ പേര് ആ കുട്ടിക്ക് ഇടുന്നത്. അത് ഒരെണ്ണേ ഇടാൻ നിവൃത്തിയുള്ളൂ. കാരണം എന്താണ്? സംജ്ഞ ആണ്. ഈ പേര് പറയുമ്പോ അവൻ അറിയപ്പെടണം. പല പേരുകൾ ഉണ്ടായാൽ എന്താവില്ല? അപ്രകാരം അറിയപ്പെടില്ല ലോകത്തിൽ. അപ്പൊ ഒരു പേര് നമ്മൾ അവിടെ ഇടുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ സുബ്രഹ്മണ്യ എന്ന് അവിടെ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ശരവണൻ, ശരവണഭവ അല്ലെ, പറയുന്നുണ്ട് ഗുഹ, അഗ്നിഭൂഹു അല്ലെ, അഗ്നിഭവൻ, അഗ്നിയിൽ നിന്ന് ജനിച്ചവൻ, സുബ്രഹ്മണ്യൻ, ശരവണഭവൻ, ഈ പേരുകളൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. ഈ ദേവനാണെന്നുണ്ടെങ്കിലോ പല പല രൂപത്തിൽ എല്ലാവരെയും പ്രസാദിപ്പിച്ച ദേവനും ആണ് അല്ലെ. 6 മുഖമെടുത്ത് 6 അമ്മമാരെ പ്രസാദിപ്പിച്ച ദേവനാണ്, അറിയാമല്ലോ അല്ലെ. അപ്പോ അവിടെ സ്തന്യപാനം കുഞ്ഞിന് അല്ലെ, കുഞ്ഞ് ശരവണത്തിൽ ജനിച്ചവനായ കുഞ്ഞ്. അപ്പൊ ആരാണ് കുഞ്ഞിന് സ്തന്യം നൽകാൻ ഉള്ളത്? അപ്പൊ അവിടെയാണ് എന്ത് ചെയ്ത് കൃത്തികമാർ സ്തന്യം നൽകിയപ്പോ ഓരോ അമ്മയ്ക്കും അവകാശപ്പെട്ടതാണ് കുഞ്ഞിന്റെ സ്തന്യമുണ്ട്, മുലയുണ്ട്, സംതൃപ്തനായ കുഞ്ഞിന്റെ ആ സുസ്മേരമായ വദനം ഓരോ അമ്മയ്ക്കും അവകാശപ്പെട്ടതാണ്. അപ്പോ ഒരമ്മയെ നോക്കി മറ്റൊരമ്മയെ നോക്കുമ്പോ അതിനിടയ്ക്ക് എന്ത് വരും? ചെറിയ വ്യവധാനം വരും, വിഘ്നം വരും. ആ വിഘ്നം വരാൻ പാടില്ല. 6 അമ്മമാർക്കും യാതൊരു വിഘ്നവും കൂടാതെ ശിശുവിന്റെ മുഖം ദർശിക്കണം. അതിനെന്താണൊരു മാർഗം? അതിന് ശിശുവിന് 6 മുഖം ഉണ്ടാവുക തന്നെ വേണം. അതുകൊണ്ട് ആ ദേവൻ എന്ത് ചെയ്തു? 6 മുഖമെടുത്ത് 6 അമ്മമാരെയും നോക്കി എന്നാണ്. അമ്മമാർക്ക് നൽകിയ ദക്ഷിണയാണത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുമുണ്ട്. വീക്ഷാ സമർപ്പിത സൂത്രമഹാസത്രം. സൂത്രരൂപത്തിൽ ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള ശാസ്ത്രതത്വ പ്രതിപാദനമാണല്ലോ സൂത്രം. സൂത്രത്തിന്റെ രൂപത്തിൽ എന്താണ്? സമർപ്പിത വീക്ഷ മഹാസത്രം, വീക്ഷണമാകുന്ന വലിയ സത്രമായിരുന്നു അത്. സത്രത്തിനവിടെ ദക്ഷിണ എന്നർത്ഥം. അപ്പോ അങ്ങനെ എന്താണ്? തന്നെ പരിഗണിച്ച, തന്നെ സംതൃപ്തനാക്കിയ അമ്മമാരെ യാതൊരു വിഘ്നവും കൂടാതെ വീക്ഷിക്കുന്നതിന് വേണ്ടി 6 മുഖമെടുത്ത ആ സുബ്രഹ്മണ്യ ദേവൻ എന്നർത്ഥം. അപ്പൊ അവിടെ സമസ്ത ശക്തികളും അതിൽ, ശിവനും ശക്തിയും അതിൽ ആ ദേവനിൽ ഒന്ന് ചേർന്നിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ശിവശക്തി ഏകതാപത്തിമത്, ശിവശക്തി ഏകതാപത്തിമത്, ശിവശക്തികളുടെ ഏകത പ്രാപിച്ചത്. അപ്പൊ ശിവന്റെ ശക്തിയുടെ എന്ന് പറഞ്ഞാലും വിരോധമില്ല. ശിവശക്തിയുടെ ഏകതാപത്തിമത്, ശിവശക്തി ഒന്നായി ഇരിക്കുന്ന ആ ദേവൻ ഏകതാപത്തിമത് സുബ്രഹ്മണ്യാഭിഖ്യ സച്ചിത് സുഖമയം. സുബ്രഹ്മണ്യൻ എന്ന് പേരുള്ള സച്ചിത് സുഖമയം, സത്ത് ചിത്ത് സുഖസ്വരൂപം. സത്ത് ചിത്ത് ആനന്ദം എന്ന് നമ്മൾ പറയാറുണ്ട്. സത്ത്
സത്ത് തന്നെയാണ് ചിത്തായിരിക്കുന്നത്, അല്ലെ? ചിത്തായി ചിത് സ്വരൂപേണ ആത്മസ്വരൂപേണ വർത്തിക്കുന്നത് സത്ത് തന്നെയാണ്. അത് ആനന്ദമയമായത് കൊണ്ടാണ് നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് ഈശ്വരനെയും നമ്മൾ പറയുന്നത്. ഈശ്വരന്റെ ഏത് രൂപത്തെ എടുത്താലും നമ്മൾ എന്ത് പറയും? സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ സത്ത് തന്നെ ചിത്തായിരിക്കുന്നു, അത് തന്നെ ആനന്ദമയമായിരിക്കുന്നു. അതിനെയാണ് ഇവിടെ സച്ചിത് സുഖമയം. സുഖം ആനന്ദം തന്നെ, അല്ലെ? സുഖദുഃഖങ്ങൾ നമ്മൾ പറയാറുണ്ട്. സുഖം സുഷ്ടു, നന്നായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്നതാണ്. അനുകൂല സംവേദ്യം, മനസ്സിന് അനുകൂല സംവേദ്യം, അതിനെയാണ് നമ്മൾ സുഖം എന്ന് പറയാം. സുഖം. അപ്പോ എന്താണ് സുഖം? ആത്യന്തികമായ സുഖം, ഒരിക്കലും നശിക്കാത്ത സുഖം. നമ്മൾ പലപ്പോഴും സുഖം എന്ന പദം വ്യവഹരിക്കാറുണ്ട്, അല്ലെ? എപ്പോഴാണ് സുഖം ഉണ്ടാവുക? ഒരു ദുഃഖമുണ്ടായാൽ അതൊന്ന് നിവൃത്തി വന്നാൽ നമ്മൾ സുഖം എന്ന് പറഞ്ഞു, അല്ലെ? സുഖം ഹി ദുഃഖാനി അനുഭൂയ ശോഭതേ എന്നാണ്. സുഖം ഹി ദുഃഖാനി അനുഭൂയ ശോഭതേ ഘന അന്ധകാരേ ശിവ ദീപദർശനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറയുന്നത് മൃച്ഛകടികം എന്ന നാടകത്തിൽ. നല്ലൊരു നാടകമാണ്, നല്ല നാടകീയതയുള്ള ഒരു സംസ്കൃത നാടകമാണ് മൃച്ഛകടികം. അവിടെ പറയുന്നുണ്ട് സുഖം ഹി ദുഃഖാന്യനുഭൂയ ശോഭതേ ഘനാന്ധകാരേ ശിവ ദീപദർശനം. നല്ല എന്താണ്? ദുഃഖങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് സുഖം ശോഭിക്കുന്നത്. എന്തുപോലെ? ഘന അന്ധകാരേ ശിവ ദീപദർശനം. നല്ല നിബിഡമായ അന്ധകാരം, അതിൽ ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചം കണ്ടാലും എന്തൊരു സന്തോഷമാണ് നമുക്ക്, അല്ലെ? ശരിയായിട്ട് ആ അന്ധകാരം എങ്ങനെയാണ്? നമ്മൾ വളരെ നേരമായിട്ട് അന്ധകാരത്തിൽ തന്നെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം, ഒന്നും കാണാനില്ല, കുറ്റാക്കൂരി ഇരുട്ട്, കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ അപ്രകാരമുള്ള ആ അന്ധകാരത്തിൽ നാം വെറുപ്പുമുട്ടി നിൽക്കുമ്പോൾ ഒരു മിന്നാമിനുങ്ങിന്റെ, ഒരു ഖദ്യോതം മിന്നാമിനുങ്ങ്, ആ മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലും നമുക്ക് എത്ര ഹൃദ്യമായി തോന്നും. അപ്പൊ അതാണ് സുഖസംവേദ്യമാണ് നമുക്ക് സുഖാരം, അല്ലെ? നമ്മുടെ ദേഹത്തൊരു മുറിവുണ്ടായി, നമുക്ക് വിഷമമൊക്കെ ഉണ്ടായി, ആ മുറിവ് മാറുമ്പോൾ നമ്മൾ എന്താ പറയാ? സുഖമായി എന്നാണ് പറയുക. അപ്പോ ഒരു ദുഃഖം ഉണ്ടായിട്ടാണ് സുഖം എന്തായിത്തീരുന്നത്? കൂടുതൽ ആസ്വാദ്യമായി തീരുന്നത്, ആസ്വദിക്കുവാൻ യോഗ്യമായി തീരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സുഖം എന്ന്. അനുകൂല സംവേദ്യം. അത് എന്താണ്? പ്രതികൂല സംവേദ്യമാകുമ്പോൾ നമ്മൾ ദുഃഖം എന്ന് പറയും. ദു എന്നിട്ട് വിസർഗം ദുര് എന്നാണ് അത്. ദുര്, ദുർഗമം, ദുസ്സഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇപ്പോ ആ ദുര്, ദുഃഖത്തിലെ ആ വിസർഗം എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ട് കുറെ പണ്ഡിതന്മാർ ഇപ്പോ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിലെ. അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒന്നാണ്. കാരണം പദങ്ങൾ നിഷ്പന്നമാകുന്നതിന്റെ ആ പ്രകാരം കുട്ടികൾക്ക് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ഭാഷയെ കൊണ്ടുപോവുകയാണ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ. ദുഃഖം, അവിടെ ദുര് അത് മാറ്റിയിട്ട് ദുഹ് എന്ന് വിസർഗത്തിന്റെ സ്ഥാനത്ത് ക തന്നെ ചേർക്കുക. അതായത് ഖ എന്നതിനെ ഇരട്ടിപ്പിച്ചെഴുതാം, ദുസ്സഹം എന്ന് പറയുന്നിടത്ത് എന്നതുപോലെയാണ് അവരുടെ വാദം പോകുന്നത്. പക്ഷെ ആ വാദം കേൾക്കുമ്പോ തന്നെ അവരുടെ പാണ്ഡിത്യത്തിന്റെ പൊള്ളത്തരം പ്രകടമായി തീരുന്നു. ദുര് എന്നുള്ളതാണ് ദുസ് എന്നായി മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ ഒരു ജൽപ്പനമായി അത് കാണാൻ സാധിക്കണം. അപ്പോ മനസ്സിന് അനുകൂല സംവേദ്യമായത് സുഖം. ഖം എന്നുള്ള ഇന്ദ്രിയം എന്നർത്ഥമുണ്ടേ. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമായി തോന്നുന്നത് സുഖം, ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായി തോന്നുന്നത് ദുഃഖം എന്നാണ്. അപ്പൊ അതിനെ തന്നെയാണ് ഇവിടെ, ഈ ആനന്ദത്തെ തന്നെയാണ് ഇവിടെ സുഖം എന്ന് പറയുന്നത്. സച്ചിത് സുഖമയം അപരിച്ഛേദ്യം, പരിച്ഛേദിക്കാൻ കഴിയാത്തത്. പരിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭജിക്കുക, ഇന്ന പ്രകാരത്തിലുള്ളതാണ് എന്ന് വകഞ്ഞ് വകുപ്പ് മാറ്റി പറയുക. അങ്ങനെ പറയാൻ പറ്റാത്തതായ ആ തേജസ്, വാസ്തവത്തിൽ അത് ഒരു എന്താണ്? ഒരു തേജസ്, സർവവ്യാപിയായ ഒരു തേജസ്, എല്ലാ തേജസ്സുകൾക്കും ഉറവിടമായിട്ടുള്ള ഒരു തേജസ്, ഇന്ന വിധത്തിലുള്ളതെന്ന്
പരിച്ഛേദിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതായ ആ തേജസ് അതേതുമാണ്? ആദ്യം. ആ തേജസ്സിന്റെ വിശേഷണങ്ങളാണ് ശിവശക്തി ഏകതാപത്യമത്, സുബ്രഹ്മണ്യ അഭിഖ്യം, സച്ചിത് സുഖമയം, അപരിച്ഛേദ്യം, ആദ്യം മഹഹ. അങ്ങനെയുള്ള ആദ്യമായ ആ തേജസ് നഹ അന്തസന്താപം അന്തം പ്രണയതു. നമ്മുടെ അന്തസന്താപത്തെ എന്താണ്? അത് അന്തത്തിലേക്ക് നയിക്കട്ടെ, അതിനെ അവസാനിപ്പിക്കട്ടെ എന്ന് അർത്ഥം. ഇനി ഇനി എവിടെയാണ് ഈ തേജസ്സിനെ അതിന്റെ സവിശേഷമായ സാന്നിധ്യമുള്ളതായി സങ്കല്പിച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ തേജസ് ഒരിക്കലും ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്നതല്ല, നമുക്ക് അങ്ങനെ ഒതുക്കിയിരുത്താനും പറ്റുന്നതല്ല. പക്ഷെ എപ്പോഴും ഈശ്വര ചൈതന്യം എങ്ങനെയാണ്? ഭക്തരോട് അദമ്യമായ വാത്സല്യം കാണിക്കുന്നതാണ്, അല്ലെ? രതി കാണിക്കുന്നതാണ്. രതി അത് എന്താണ്? താഴെയുള്ളവരോട് കാണിക്കുന്ന രതി, ചെറിയവരോട് കാണിക്കുന്ന രതിയാണ് എന്ത് നമ്മൾ പറയുന്നത്? വാത്സല്യം എന്ന് നമ്മൾ പറയുന്നത്. മുതിർന്നവരോട് കാണിക്കുന്ന രതിയാണ് ഭക്തി എന്ന് പറയുന്നത്. ഒപ്പമുള്ളവരായ സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിൽ വരുന്ന രതിയാകുമ്പോഴാണ് അതിന് ശൃംഗാരം എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷന്മാരുടെ അന്യോന്യാലംബരമായിട്ടുള്ള, എങ്ങനെയുള്ള സ്ത്രീ പുരുഷന്മാരുടെ? ഉത്തമ പ്രകൃതികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ അന്യോന്യാലംബരമായ രതിയെയാണ് ശൃംഗാരം എന്ന് പറയുക. അത് ഉത്തമ പ്രകൃതിയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് രതിയല്ല? രാവണന് സീതാദേവിയോട് തോന്നിയ രതി അതെന്തല്ല? അത് ശൃംഗാരമല്ല, അത് ശൃംഗാരത്തിന്റെ ആഭാസമാണ്, അഥവാ രതിയുടെ ആഭാസമാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ള രതികളല്ല. അപ്പൊ എന്താണ്? ഉത്തമ പ്രകൃതികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ പരസ്പരാലംബരമായിട്ടുള്ള രതിയെയാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്. അപ്പോ ഇങ്ങനെ ആ തേജസ് എന്ത് ചെയ്യുന്നു? ഒരു ഭക്തൻ ഇന്ന രൂപത്തിൽ എന്ന് ആ തേജസ്സിനെ കാണുമ്പോൾ, ആ തേജസ്സിന്റെ മുൻപിൽ അവനത ശീർഷനായി നിൽക്കുമ്പോൾ, ആ തേജസ് എന്താണ്? അയാളുടെ ആ പ്രതിഷ്ഠ, അയാൾ എവിടെ പ്രതിഷ്ഠിക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ അവിടെ ആ തേജസ് സവിശേഷമായ സാന്നിധ്യത്തോടെ വർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും കാണുന്നുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് കാണാറുണ്ട്, അല്ലെ? ഗുരുവായൂരിലൊക്കെ നമ്മൾ അല്ലെ മഞ്ജുള കൊണ്ടുവന്നതായ മാന്യം ആ ആരിൽ സമർപ്പിച്ചപ്പോ, അവിടെയുള്ള ശിലയിൽ സമർപ്പിച്ചപ്പോ അതെവിടെ സമർപ്പിതമായി? ഗുരുഭവന പുരേശന്റെ കഴുത്തിൽ തന്നെ ആ മാല സമർപ്പിക്കപ്പെട്ടു. നോക്കുക, എത്ര വലിയ ഭക്തവാത്സല്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ അവിടെ കാണുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ആ മഹസ്സിനെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയുന്നത്. അസ്മാഭി യാതി ദേവത്വം മഹദ്ഭി സുപ്രതിഷ്ഠിത എന്നാണ്. മഹത്തുക്കളാൽ സുഷ്ടു നന്നായി പ്രതിഷ്ഠിക്കപ്പെടുന്ന അസ്മ എന്ന് പറഞ്ഞാൽ കല്ല്, അല്ലേ? അപ്പൊ പ്രസ്തരം കല്ലാണ്, ഗ്രാനൈറ്റ് എന്നൊക്കെ പറയും, കല്ല്. അപ്പോ ആ കല്ല് പോലും സജ്ജനങ്ങളാൽ വേണ്ട വിധത്തിൽ പ്രതിഷ്ഠിതമായാൽ ആ കല്ല് പോലും യാതി ദേവത്വം അസ്മാഭി യാതി ദേവത്വം മഹദ്ഭി സുപ്രതിഷ്ഠിത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഈശ്വരന്റെ വാത്സല്യത്തെ നമ്മൾ കാണുന്നത്. ശരിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതാണ് അങ്ങ് സ്ഥാപിച്ചാൽ ആ സ്ഥാപനം എന്തായിരിക്കുന്നു? അത് ശരിയായ ദേവചൈതന്യം തന്നെ ആയി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ആദ്യമായ ആ മഹസ്സിനെ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ദാ ഈ ദേവാലയത്തിൽ, ഈ മന്ദിരത്തിൽ, ദേവമന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഏതാണ്? ഏതത് മന്ദാചല അപ്രസ്രവ നിലയഗതം. ഏതത്? ഈ തേജസ് എവിടെയാണ്? മന്ദാചലം. മന്ദം എന്ന് പറഞ്ഞാല് ചെറിയ, ഇളയത് എന്നൊക്കെ അർത്ഥം. മന്ദ അചലം. അചലം എന്താണ്? പർവ്വതം, അല്ലെ? അഥവാ കുന്നിനെയും അചലം എന്ന് പറയും. ചലിക്കാത്തതാണല്ലോ, അല്ലെ? നഖമാണ്, ചലിക്കാത്തതാണ്.
നാഗം എന്ന് പറയുമ്പോ ന അകം, അകമല്ല. അകം എന്ന് പറഞ്ഞാൽ ഗമിക്കാത്തത്. ന അകം, ഗമിക്കാത്തതല്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഗം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആനയെ നമ്മൾ നാഗം എന്ന് പറയുന്നു, സർപ്പത്തെ നമ്മൾ നാഗം എന്ന് പറയുന്നു, അല്ലേ? ഒരു പക്ഷേ ആന അനങ്ങാതെ നിൽക്കുന്ന കാണുമ്പോ നമ്മൾ വിചാരിക്കും അതൊരു പർവ്വതമാണ്, നല്ല കറുത്ത ഒരു ആന നിൽക്കുകയാണ്, ഒരു കാട്ടിലെങ്ങനെ നിൽക്കുകയാണ്. ആ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു പർവ്വതം ഉണ്ട്, അല്ലെങ്കിൽ വലിയൊരു കല്ല് അകം നിൽക്കുന്നുണ്ട് എന്ന് തോന്നും. അത് പിന്നെ എന്ത് ചെയ്യുന്നു? അത് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ അകമല്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ന അഗഹ, നാഗഹ. അങ്ങനെ എന്ത് വന്നു? ആനയ്ക്ക് ആ പേര് വീണു. അതുപോലെ തന്നെ കാട്ടില് നമ്മൾ വേരുകളൊക്കെ കാണുമ്പോൾ ഇതൊരു വേരാണെന്ന് വിചാരിക്കുന്ന ഒരു സർപ്പം. അപ്പൊ വേരാണെങ്കിൽ എന്താണ്? അഗമിക്കാത്തതാ, അകമാണ്. പിന്നെ അതങ്ങനെ എഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പോ നമുക്ക് മനസ്സിലായി ന അഗഹ, അത് അകമല്ല. അപ്പൊ നമ്മൾ അതിനെയും നാഗം എന്ന് പറഞ്ഞു. പദങ്ങൾക്ക്, ഒരു പദത്തിന് വിഭിന്ന അർത്ഥങ്ങൾ എങ്ങനെ വരുന്നു നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. നാഗം എന്ന് പറയുമ്പോൾ ആന എന്നൊരർത്ഥം, പാമ്പ് എന്നൊരർത്ഥം, ഇതെങ്ങനെയാണ് ഈ പദങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും അത്ഭുത പരതന്ത്രരായി പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോ മന്ദ അചലം, മന്ദമായ, ചെറിയ, അചലം കുന്ന്. മന്ദ അചല അപ്രസ്രവഹ. അപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം, അറിയാമല്ലോ. അബ്ജം, അപ്പിൽ ജനിക്കുന്നത് അബ്ജം, അല്ലെ? വെള്ളത്തിന്റെ പര്യായങ്ങളൊക്കെ നമ്മൾ പറയണ്ട്. അബ്ജം, താമര, അല്ലെ? അപ്പിന്റെ വെള്ളത്തിന്റെ പര്യായം കിട്ടിയാൽ നമുക്ക് അത്രയും താമരയുടെ പര്യായങ്ങൾ ഉണ്ടാക്കാം, അല്ലേ? അതിന്റെ ഇരട്ടി മേഘത്തിന്റെ പര്യായം ഉണ്ടാക്കാം, വെള്ളത്തിന്റെ പര്യായം കിട്ടിയാൽ മതി. അത്രയും താമരയുടെ പര്യായം ഉണ്ടാകും. ജം എന്ന് ചേർത്താൽ മതി. ജലജം, വാരിജം, വനജം, അല്ലെ? വനജ, കുട്ടികൾക്ക് പേരൊക്കെ ഇടാറുണ്ട് നമ്മള്. അപ്പൊ ജലജം, വാരിജം, വനജം ഒക്കെ എന്താണ്? ഇതിന്റെ പര്യായമായി, താമരയുടെ പര്യായമായി. അതിന്റെ ഇരട്ടി മേഘത്തിന്റെ പര്യായം ഉണ്ടാക്കാം. ദം എന്ന് ചേർക്കുക. ജലദം, വാരിദം, അബ്ദം, അല്ലെ? അപ്പനെ ദാനം ചെയ്ത് അബ്ദം. അബ്ദം നമ്മള് വർഷം എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയാറ്. പക്ഷെ എന്താണ് അപ്പനെ ദാനം ചെയ്യുന്നത്? എന്താണ്? ജലദം, വാരിദം, എന്താണ്? മേഘം. അതിനെ ധരിക്കുന്നത് വാരിധരം, ജലധരം, അല്ലെ? എന്തായി തീർന്നു? അപ്പൊ മേഘത്തിന്റെ പര്യായമായി. അപ്പൊ വെള്ളത്തിന്റെ പര്യായത്തിന്റെ ഇരട്ടി മേഘത്തിന്റെ പര്യായം, വെള്ളത്തിന്റെ പര്യായത്തിന്റെ അത്ര തന്നെ താമരയുടെ പര്യായം. ശരി. അപ്പൊ അപ്പ് ജലം. അപ്രസ്രവഹ, അപ്പിന്റെ പ്രസ്രവഹ, പ്രകൃഷ്ടമായ സ്രവഹ. സ്രവം എന്താണ്? ഒഴുക്ക്. അപ്പൊ അപ്രസ്രവഹ എന്നുള്ളത് ജലപ്രവാഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചു, പുഴ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചു. അപ്പോ മന്ദാചല അപ്രസ്രവഹ എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം വന്നു? മന്ദാചലം. അപ്പൊ ഇളം കുന്ന് പുഴ, ഇളംകുന്ന പുഴ എന്നർത്ഥം. ഞാനത് ചെറുകുന്നപ്പുഴയാണോ എന്ന് ആദ്യം സംശയിച്ചു. പക്ഷെ ചെറുകുന്നിലേക്ക് വിളിച്ചു നോക്കിയപ്പോ അവിടെ ക്ഷേത്രമുണ്ട്, പക്ഷെ അത് ഈ പ്രതിഷ്ഠയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണത് ഇളംകുന്നപ്പുഴയാണ് എന്ന് കിട്ടിയത്. അപ്പൊ ഇളംകുന്നപ്പുഴ എന്ന സ്ഥലത്ത് അവിടുത്തെ ദേവാകാരത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന, അവിടുത്തെ നിലയത്തിൽ ഗതമായിരിക്കുന്ന, കുടികൊള്ളുന്നത് എന്നർത്ഥം. നിലയം, നിലയം എന്താണ്? അവിടെ വിലയം പ്രാപിക്കുകയാണ്, അതിലങ്ങോട്ട് സന്നിഹിതനായിരിക്കുകയാണ്, അതിൽ ലയിച്ച് ലീനനായി വർത്തിക്കുകയാണ്. അപ്പൊ ഇളങ്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നവനായ, നിലയഗതമായ വേദമൂർധന്യജന്യ ജ്ഞാനാനന്ദ സ്വഭാവ. പിന്നെയും എന്താണ്? വേദ മൂർധന്യജന്യ ജ്ഞാന അനന്യ സ്വഭാവനാണ് അത്. വേദത്തിന്റെ മൂർധന്യജന്യമായ ജ്ഞാനം. മൂർധന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിരസിൽ ഏറ്റിയ, അതിന്റെ മകുടമായി ശോഭിക്കുന്നത്. ഏറ്റവും ശോഭയുള്ളതിനെയാണല്ലോ എന്ത് ചെയ്യുന്നത്? ശിരസിലേറ്റി എല്ലാവരെയും കാണിക്കുന്നു. ശിരസിലേറ്റി, അല്ലെ? ശിവന്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ, അല്ലെ? ഗുണദോഷവും ഗുണീഗൃണ്ണൻ ഇന്ദുക്ഷേടൗ ഇവ ഈശ്വര. ഈശ്വരൻ, ശ്രീ പരമേശ്വരൻ
ഇന്ദുക്ഷേടങ്ങളെ പാലാഴി മഥനം ചെയ്തപ്പോൾ കിട്ടിയ ചന്ദ്രക്കലയെയും വിഷത്തെയും എങ്ങനെ കൈകാര്യം ചെയ്തു? ചന്ദ്രക്കൽ അതിന്റെ ശോഭ കണ്ട് അതിനെ ശിരസിലേറ്റി എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ അതിനെ ശിരസിലേറ്റി ആഘോഷപൂർവമായി കൊണ്ടു നടന്നു ശ്രീ പരമേശ്വരൻ. ക്ഷേടം, വിഷം, കാളകൂടം, അതെന്താണ്? അത് ഭൂമിയിൽ വീണ നാശമാണ് എന്നുള്ളത് കൊണ്ട് അതിനെ തന്നെ കണ്ഠത്തിൽ നിയമിച്ചു, അവിടെ നിർത്തിയത്. ഇത് എന്താകാൻ പാടില്ല? ലോകോപദ്രവകരമായി മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്. അപ്പൊ മൂർധന്യമായിട്ടുള്ള മൂർധാവിൽ വെച്ച് ആഘോഷിക്കുവാൻ യോഗ്യമായ വിധത്തിലുള്ള വേദമൂർധന്യജന്യ ജ്ഞാനം. എന്താണ് വേദമൂർധന്യജന്യമായിട്ടുള്ള ജ്ഞാനം? അതാണ് നമ്മൾ 4 വേദങ്ങൾക്ക് 4 മഹാവാക്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. മഹാവാക്യം, മഹത്തായ വാക്യം, മഹാവാക്യം. ഏത് വാക്യങ്ങളാണ് അത്? ഋഗ്വേദം എടുത്താൽ പ്രജ്ഞാനം ബ്രഹ്മ, പ്രകൃഷ്ടമായ ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മം, ആ ജ്ഞാനം ശരിയായി ലഭിച്ചവൻ ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, അല്ലെ? അതാണ് നമ്മുടെ ഉപനിഷത്തുകളിൽ വരുന്ന 4 മഹാവാക്യങ്ങൾ, അല്ലെ? പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഋഗ്വേദത്തിന്റെ മഹാവാക്യം, അല്ലെ? അഹം ബ്രഹ്മാസ്മി എന്ന് യജുർവേദത്തിന്റെ മഹാവാക്യം. തത്വമസി എന്ന് എവിടെയാണ്? തത്വമസി എന്നതിന് ഛാന്തോഗ്യോപനിഷത്തില് വരുന്നതായ മഹാവാക്യം സാമവേദത്തിന്റെ. ഇനി അഥർവത്തിന്റെ അയമാത്മാ ബ്രഹ്മ എന്നുള്ളതായ 4 മഹാവാക്യങ്ങൾ. അതെന്താണത്? അപ്പോ ബ്രഹ്മസ്വരൂപ പരാമർശകം ആണ് ഈ മഹാവാക്യങ്ങൾ. അപ്പൊ വേദമൂർധന്യജന്യ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഏകത്വത്തെ ബോധിപ്പിക്കുന്നതായ ആ വാക്യങ്ങൾ. അപ്പോ വേദമൂർധന്യജന്യ ജ്ഞാന അനന്യ സ്വഭാവം, വേദമൂർധന്യജന്യമായിട്ടുള്ള തത്വമസി മുതലായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്ന് അന്യമല്ലാത്ത സ്വഭാവത്തോട് കൂടിയ, ആ ജ്ഞാനത്തിൽ നിന്ന് അന്യമല്ല എന്ത്? ഈ ദേവന്റെ ഭാവം. അപ്പൊ അതെന്താണ്? അത് പരമമായ ആ സത്യം തന്നെയാണ്, ആ ജ്ഞാനം തന്നെയാണ്. ആ ദേവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ സുബ്രഹ്മണ്യൻ എന്ന ഭാവത്തിൽ പ്രതിഷ്ഠിച്ച് നാം ആരാധിക്കുന്നു എന്നാണ്. അപ്പോ വേദ മൂർധന്യജന്യ ജ്ഞാന അനന്യ സ്വഭാവം, വേദത്തിന്റെ മൂർധന്യമായിട്ടുള്ളതായ, മൂർധന്യമായി ജന്യമായ ജ്ഞാനത്തിൽ നിന്ന് അനന്യമായ സ്വന്തം ഭാവത്തോടു കൂടിയവൻ. സ്വഭാവം, തന്റെ ഭാവം വേദത്തിൽ പറയുന്ന ആ മഹാവാക്യങ്ങളുടെ സ്വഭാവം തന്നെയാണ്. തത്വമസി ആയാലും അഹം ബ്രഹ്മാസ്മി ആയാലും പ്രജ്ഞാനം ബ്രഹ്മ എന്നാണെങ്കിലും അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നതായാലും അതിൽ നിന്ന് ഭിന്നമല്ലാത്ത ഭാവത്തോടു കൂടിയ ആ ദേവൻ. ആ ദേവൻ പിന്നെ എങ്ങനെയുള്ളവനാണ്? പരിലഷിത പദാർത്ഥ ആപ്തി കൽപ്പാകൽപ്പം. പരിലഷിതം, പരിലഷിതം അഭിലഷിതം തന്നെ. ഭക്തർക്ക് അഭിലഷിതമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ ആപ്തി, പദാർത്ഥങ്ങളുടെ ആപ്തി, പ്രാപ്തി, പ്രകൃഷ്ടമായ ആപ്തി. പരിലഷിത പദാർത്ഥ ആപ്തി കൽപ്പം, ആപ്തിക്ക് കൽപ്പാകൽപ്പം, കൽപ്പമായ അകകൽപ്പം. അകം, വീണ്ടും എന്താ? അകം എന്ന പദം വരുന്നു. നമ്മളെ മറ്റൊരു വിധത്തിൽ ചിന്തിപ്പിച്ചുകൊണ്ട് അകം എന്ന പദം വീണ്ടും വരികയാണ് ഇവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നാഗ, നാഗ പറഞ്ഞപ്പോ അകമല്ലാത്തത് എന്ന് പറഞ്ഞതിന് നമ്മൾ പർവ്വതമല്ലാത്തത് എന്നും, പിന്നെ എന്താണ് മറ്റ് എന്താണ് കയറു പോലെയൊക്കെ ഇരിക്കുന്ന അകമല്ല എന്നും നമ്മൾ പറഞ്ഞിട്ട് വീണ്ടും ഇതാ അകകൽപ്പം, ഗമിക്കാത്തത് അകം, അതായത് സ്ഥാവരം, സ്ഥാവരമായിട്ടുള്ള വൃക്ഷം. അപ്പോ കൽപ്പാക, കൽപ്പാകം, കൽപ്പവൃക്ഷം, കൽപ്പവൃക്ഷത്തിന് കൽപ്പമായിരിക്കുന്നത്. കൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാനമായിരിക്കുന്നത് അർത്ഥം. വ്യത്യാസം, ചെറിയ വ്യത്യാസമുള്ളപ്പോഴാണ് നമ്മൾ കൽപ്പൻ എന്ന് പറയാം. ഗുരുവിനെ നമ്മൾ ഗുരു എന്ന് പറയും.
ഇദ്ദേഹം എനിക്ക് ഗുരുകൽപ്പനാണ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഗുരു എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ ഗുരുവല്ല, എങ്കിലും ഗുരുവിനെ പോലെ തന്നെ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുകൽപ്പഹ, ആചാര്യകൽപ്പഹ എന്നൊക്കെ പറയുന്നത്. ഈഷദൂനത്വം, അല്പം വ്യത്യാസമുണ്ട് എന്ന അർത്ഥത്തിലാണ് ഈ കൽപ്പപ്പ് പ്രത്യയം പ്രയോഗിക്കുക. അപ്പോ എങ്ങനെയുള്ള ദേവനാണ് ഇത്? പരിലഷിതമായ, അഭിലഷിതമായ പദാർത്ഥങ്ങളുടെ പ്രാപ്തിക്ക് കൽപ്പവൃക്ഷ സമാനനായിരിക്കുന്നവൻ. കൽപ്പവൃക്ഷ സമാനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പവൃക്ഷത്തെ പോലെ തന്നെ ഭക്തർക്ക് അഭിമതമായിട്ടുള്ള ലക്ഷ്യങ്ങളെ പ്രദാനം ചെയ്യുന്നവൻ, അഭിലാഷങ്ങളെ പ്രദാനം ചെയ്യുന്നവൻ. അവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ദേവന്റെ കാര്യത്തിൽ ഈശ്വരൻ സർവ അഭീഷ്ടപ്രദായിയാണ് എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ആശയം എന്താണ്? നമ്മുടെ ഹിതത്തിന് ഉതകുന്ന വിധത്തിലുള്ളതായ കാര്യങ്ങൾ. ഇന്ന് 89ാമത്തെ ദശകം നാരായണീയം വളരെ മനോഹരമായിട്ട് ഇവിടെ വ്യാഖ്യാനം ചെയ്യപ്പെട്ടു, വളരെ മനോഹരമായിട്ട് വ്യാഖ്യാനം ചെയ്യപ്പെട്ടു. അവിടെയും നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ഉണ്ട്. എന്താണത്? പാത്രത്വമുള്ളവന് മാത്രം നൽകുക. അല്ലെങ്കിൽ എന്താണ്? ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു അല്ലേ, ശിവനിൽ നിന്ന് വാങ്ങിയ വരം എങ്ങനെ സ്വന്തം നാശത്തിന് കാരണമായി തീർന്നു. അപ്പോ അവിടെ എന്താണ്? ആ വരം എങ്ങനെയാണ്? ശിവൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇയാൾ എന്താണ്? തന്നെ ഭജിക്കുന്നവൻ നശിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലേ, മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ശരി, നീ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. പാത്രത്വമില്ലാത്തവനാണത് നൽകിയത്. അതെന്തായി തീർന്നു? നാശത്തിന് കാരണമായി തീർന്നു. വരം നൽകിയവനിൽ തന്നെ പരീക്ഷിക്കാൻ ശ്രമിച്ചു. നോക്കുക അല്ലേ, നമ്മുടെ ഈ ഇവര് പറയാറുണ്ട്, നമ്മുടെ തച്ചന്മാര് പറയാറുണ്ട്, ആശാരിമാര് പറഞ്ഞു തരാറുണ്ട്, തേക്കാമരത്തിൽ മൂർച്ച നോക്കരുത് കേട്ടോ എന്ന് പറയാറുണ്ട്. തേക്കാമരം എന്ന് പറഞ്ഞാൽ ഉളി തേച്ച് മൂർച്ച വെക്കുന്ന പലകയാണ്, ആ തടിക്കഷ്ണാണ്. അതിൽ മൂർച്ച നോക്കരുത് കേട്ടോ എന്ന് പറയാറുണ്ട്. അതിൽ മൂർച്ച നോക്കുന്ന എന്താണ്? ആ മരത്തിലിട്ട് തേച്ച് ഉളി മൂർച്ച വരുത്തി അതിപ്പോ തന്നെ ഒന്ന് ചെത്തി നോക്കാം. അതെന്താണ്? ഗുരുത്വക്കേടാണ്. അങ്ങനെ ഗുരുത്വക്കേട് കാണിക്കുന്നവർക്ക് എന്ത് ചെയ്യില്ല? ദൈവം എന്ത് ചെയ്യില്ല? വരങ്ങൾ നൽകുകയില്ല. ഒരാൾക്ക് എന്താണ് അത് കൊണ്ടു നടക്കാനുള്ള പാത്രത്വമുണ്ടോ എന്ന് നോക്കിയിട്ടേ ഈശ്വരൻ വരങ്ങൾ നൽകുകയുള്ളൂ. അല്ലെങ്കിൽ അത് എന്തിന് കാരണമായി തീരും? അത് നാശത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് അല്ലേ, ഒരു ചെറിയ കുട്ടി അതിന് വേണ്ടാത്തൊരു സംഗതി നമ്മളോട് ചോദിച്ചിട്ട് കരയാ, അച്ഛനോട് ചോദിച്ചിട്ട് കരയാ, അതെനിക്ക് തരണം. അപ്പൊ ബ്ലേഡാണെന്ന് വിചാരിച്ചോളൂ. അച്ഛൻ ഷേവ് ചെയ്യാൻ ബ്ലേഡ് എടുത്ത്, ആ ബ്ലേഡ് എനിക്ക് തരണം അച്ഛാന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടി കരഞ്ഞ കൊടുക്കുമോ? കൊടുക്കില്ല. കാരണം എന്താണ്? അത് ആ കുട്ടിക്ക് തന്നെ അപകടകരമായി തീരും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പരിലഷിതം അഭിലഷിതം എന്ന് പറയുമ്പോ അത് എന്തും കൂടിയാണ്? നമ്മൾ ആഗ്രഹിച്ചത് എന്ന് മാത്രമല്ല, നമുക്ക് യോഗ്യമായത്. മറ്റേ നമ്മൾ പറയാറില്ലേ, അത് അഭിലഷണീയമല്ല എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. അപ്പൊ പരിലഷിതമായ അർത്ഥങ്ങൾ എപ്പോൾ ആഗ്രഹിച്ചാലും ഇത് കൽപ്പവൃക്ഷം പോലെ നമുക്ക് നൽകുന്നവനാണ് ഈ ദേവൻ എന്നർത്ഥം. അപ്പൊ പരിലഷിത പദാർത്ഥ പ്രാപ്തിക്ക് കൽപ്പവൃക്ഷം പോലെ ഇരിക്കുന്നവനായി ഇളങ്കുന്ന പുഴ ക്ഷേത്രത്തിൽ സവിശേഷമായ സാന്നിധ്യത്തോടെ വർത്തിക്കുന്നവനും, പിന്നെ എന്താണ്? ശിവശക്തി ഏകത്വം പ്രാപിച്ച സ്വരൂപത്തിലിരിക്കുന്നവനും, സുബ്രഹ്മണ്യൻ എന്ന അഭിജ്ഞയോട് പ്രശസ്തിയോട് കൂടിയവനും, സച്ചിദാനന്ദ സ്വരൂപൻ ആയിരിക്കുന്നവനും ആയ ആദിമമായ മഹസ് തേജസ് നമ്മളുടെ എല്ലാ അന്തസന്താപങ്ങളെയും ദൂരീകരിക്കുമാറാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്കതിൽ എന്തെങ്കിലും സ്പഷ്ടത വരുത്തേണ്ടതുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. കുറച്ചു നേരം നമുക്ക് ചർച്ചയ്ക്കും വേണ്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. തീർച്ചയായിട്ടും ശ്രീ നീലകണ്ഠതീർത്ഥ പാദസ്വാമികളുടെ ആത്മാവ് ഈ വ്യാഖ്യാനം നമുക്ക് പറഞ്ഞു തരും എന്ന് കേട്ട് നിർവൃതി കൊള്ളുന്നുണ്ടാകും. ഇങ്ങനെ ഒരു വ്യാഖ്യാനം നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഈ ദിവ്യക്ഷേത്രാദർശത്തിലെ ഈ ശ്ലോകങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? തീർച്ചയായിട്ടും
എന്നെ പോലുള്ളവർക്ക് അതൊന്നും പിടികിട്ടുകയില്ല. അത് അത്രമാത്രം ഉപരിതലത്തിൽ ഉള്ള ഒന്നാണ്. ഇതിൻ്റെ ഈ വ്യാഖ്യാനം ഫ്രാൻസിസ് സാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ നിമിഷങ്ങൾ ഞാൻ ഏതോ ഒരു മറ്റൊരു പ്രതലത്തിൽ ഒരു ലോകത്തായിരുന്നു എന്ന് വേണം ഞാൻ വാസ്തവത്തിൽ ആയിരുന്നു. അത് ഒരുപക്ഷെ അതേ അനുഭവം തന്നെ, അനുഭൂതി തന്നെ മറ്റുള്ളവർക്കും കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ഈ വ്യാഖ്യാനത്തെ പറ്റിയുള്ള നമ്മുടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ കൂടെ പ്രശസ്തരായിട്ടുള്ള പലരും ഉണ്ട്. ഗംഗാധരൻ നായർ സാറുണ്ട്. അദ്ദേഹം തന്നെ ഇതിന് തുടങ്ങുമെന്ന് കരുതുന്നു. നമസ്കാരം സാർ. ഞാനിത് സാറിങ്ങനെ പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് ലളിതമായ ഭാഷയിൽ എനിക്ക് മനസ്സിലാവുന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഒന്ന് എഴുതി വെക്കുകയായിരുന്നു. ഇപ്പോ അതൊന്ന് വായിച്ചോട്ടെ. ശിവശക്തികളുടെ ഏകത്വ രൂപത്തിൽ സുബ്രഹ്മണ്യ നാമത്താൽ പ്രശസ്തവും സച്ചിദാനന്ദ സ്വരൂപവും അപരിച്ഛേദ്യവുമായ ആദിമഹസ് നമ്മുടെ ഉള്ളിലുള്ള സന്താപങ്ങളെ പ്രകൃഷ്ടമായ രീതിയിൽ തീർത്തും ഇല്ലാതാക്കട്ടെ. ഈ തേജസ് ഇളങ്കുന്നപ്പുഴയിലെ ക്ഷേത്രത്തിൽ വിലയം പ്രാപിച്ച് വേദത്തിന്റെ മൂർധന്യജന്യമായ ജ്ഞാനത്തിൽ നിന്നും അനന്യപ്രശോഭമായി ഭക്താഭിലാഷങ്ങൾക്ക് കൽപ്പവൃക്ഷമായിരിക്കുന്നു. ഈ കാളിദാസന്റെ ഒരു ശ്ലോകം വള്ളത്തോട് തർജ്ജമ ചെയ്തതിനെ കുറിച്ചിട്ട്, കാളിദാസൻ അവിടെ എന്താണ് പനിമതിയിലെ ചന്ദ്രനിലെ കളങ്കവും ഒരു ശോഭയാണ് അല്ലെ, പുല്ലാബ്ജത്തിന് രമ്യതയ്ക്ക് കുറവും പായൽ പതിഞ്ഞീടിലും എന്നുണ്ടല്ലോ. സരസജമനുവിദ്ധം ശൈവലേനാഭിരമ്യം എന്ന് കാളിദാസൻ പാടി. അതില് ചൊല്ലാർന്നോരഴകല്ലയോ പനിമതിക്ക് അംഗം കറുത്തെങ്കിലും എന്ന് വള്ളത്തോൾ ചൊല്ലിയപ്പോ അതിന് ഒരു പണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ദ ട്രാൻസ്ലേറ്റർ എക്സൽസ് ദി ഒറിജിനൽ എന്നാണ്. ട്രാൻസ്ലേറ്റർ ഒറിജിനലിന്റെ മുകളിൽ പോയിരിക്കും. ചൊല്ലാർന്നോരഴകല്ലയോ പനിമതിക്ക് അംഗം കറുത്തെങ്കിലും എന്ന് പറഞ്ഞപ്പോ, അപ്പൊ അതാണിപ്പോ സുകുമാരൻ സാറിന്റെ എഴുതിയത് കേട്ടപ്പോൾ എനിക്ക് കയറിയിരിക്കുന്നു. വളരെ മനോഹരായി, വളരെ മനോഹരായിരിക്കും. മനസ്സിലാക്കിയെന്ന് പറഞ്ഞേ ഉള്ളത്. അധിക പ്രസംഗമാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അധിക പ്രസംഗോ? അതെങ്ങനെയാണ്? അധിക പ്രസംഗമല്ല, മുത്തുച്ചിപ്പിയിൽ വീഴുമ്പോ വെള്ളം മുത്തായി തീരുന്നു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്താണ് ഇപ്പൊ ഇവിടെ അദ്ദേഹം അങ്ങ് പറഞ്ഞപ്പോ. അത് എന്താണ്, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും മനോഹരമായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുന്നു. വളരെ നന്നായി, അഭിനന്ദനം. അധിക പ്രസംഗമല്ല, അഭിനന്ദനം. വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങ്. ഫ്രാൻസിസ് സാർ അനുവദിക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ഇതിന്റെ വ്യാഖ്യാനം കൂടെ നമ്മളുടെ വ്യാഖ്യാനത്തോട് ചേർത്ത് പബ്ലിഷ് ചെയ്യുന്നതിന് എത്ര മനോഹരമായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങൾക്കും ഡോക്ടർ സുകുമാർ ഇതുപോലുള്ള ഒരു സംക്ഷിപ്ത വ്യാഖ്യാനം കൂടെ നൽകുകയാണെങ്കിൽ, സാർ എഴുതി തന്നോടൊപ്പം ഇതൂടെ ചേർത്തിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്തുകൂടെ എന്ന് ആലോചിക്കുകയാണ്. സാറിന്റെ അനുവാദം? തീർച്ചയായിട്ടും അത് ചെയ്യണം. ചെയ്യുകയും വേണം. അത് അദ്ദേഹമാണ് അത് ചെയ്തിരിക്കുന്നത് പറയുകയും വേണം. കാരണം ജനങ്ങള് അറിയേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിന്റെ കരട് തീർത്ത് തന്നാലേ അത് നമുക്ക് നോക്കാം. പക്ഷെ അത് സമയം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. അതിന് നമുക്കത് നോക്കുന്നതിന് വിരോധമില്ല, പക്ഷെ സമയം എടുക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ എന്താണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്കാഡമിക് കമ്മിറ്റി ആയിരുന്നു. അപ്പൊ ആ കമ്മിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അധിക ജോലിഭാരം ഉണ്ടല്ലോ. നമ്മൾ ഒരുവിധം പണിയൊക്കെ തീർത്ത് സ്വസ്ഥമായി ഇരിക്കുമ്പോഴാണ് അടുത്ത കമ്മിറ്റി കൂടുന്നത്. അടുത്ത കമ്മിറ്റി കൂടുമ്പോ എന്താണ്, പിന്നെ ഒരു ജോലിഭാരം അതോടുകൂടി വീണ്ടും വരികയാണ് ചെയ്യുന്നത്. അതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്കത് ആവശ്യമാണെങ്കിൽ സമയം അനുവദിക്കുമെങ്കിൽ നമുക്കത് നോക്കാം. അല്ലെങ്കിൽ അത് ചേർക്കും. സുകുമാരൻ സാറ് ചെയ്താൽ അതിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. അതിരിക്കട്ടെ, ചെയ്തോളൂ. അതിന് വിരോധമൊന്നും ഇല്ല. പറ്റുന്ന പോലെ ചെയ്തു നോക്കാം. ചെയ്യണം. ശരി.
ആ ചെറുകുന്ന് ഇളങ്കുന്നപ്പുഴയാണെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. അത് സാറ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെറുകുന്നില് സുബ്രഹ്മണ്യ ക്ഷേത്രം ആണോന്ന് ഞാൻ ഗൂഗിൾ അടിക്കാൻ പോയി തുടങ്ങിയതാണ് ഇപ്പൊ. ഞാൻ അങ്ങോട്ട് വിളിച്ചു, അവിടെയുള്ള ഒരാളെ വിളിച്ചു ചോദിച്ച അത് പറഞ്ഞു അത് ഇവിടെ ആ ക്ഷേത്രമല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഇളങ്കുന്നപ്പുഴ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനി എവിടെയാണെന്ന് കൂടെ പറഞ്ഞു കേട്ടോ സർ. എവിടെയാണ് ഈ ഇളങ്കുന്നപ്പുഴ? എനിക്കറിയില്ല. അത് നമ്മുടെ ഒരു NH, മുമ്പത്തെ ഒരു NH-17 ഉണ്ടല്ലോ, പടിഞ്ഞാറൻ വഴി ഉണ്ടല്ലോ, ഒരു അത് എവിടെ വരെയാണ് പോകുന്നത്? ബാംഗ്ലൂര് പോകുന്ന. ഇപ്പൊ ഹൈവേയുടെ നമ്പർ മാറ്റി. ആ ഹൈവേയിലാണെന്നാണ് പറഞ്ഞത്. ആ റോഡ് വരുമ്പോ കൊടുങ്ങല്ലൂരിനും ഏതാണ്ട് പറവൂരിനും ഇടയ്ക്ക് അങ്ങോട്ട് ആ ഭാഗത്ത് എവിടെയോ ആണ്. അങ്ങനെ അന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ ഓർക്കുന്നു. ആ NH ആണ്, നമ്മുടെ പടിഞ്ഞാറൻ വഴിക്കുള്ള നാഷണൽ ഹൈവേ ആണ് അത്. ബാംഗ്ലൂരിന് നാഷണൽ ഹൈവേയില് NH-17 ആയിരുന്നു അതിന്റെ പഴയ പേര്. ഇപ്പൊ അതിന്റെ നമ്പർ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഓർക്കാത്തത്. അതിലെ പോകുമ്പോ കാണാം എന്നാണ് പറഞ്ഞത്. സാർ അൺമ്യൂട്ട് ആയിട്ടില്ല സാറേ. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഇനി ആരെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. സാറിന്റെ അല്ലേ പ്രൊഫസർ ഗംഗാധരൻ നായർ സാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മറ്റഭിപ്രായങ്ങൾ എന്തെങ്കിലും? ഈ ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് സ്വാമിജി ഏതെങ്കിലും ഒരു ക്രമത്തിൽ ആണോ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഓവറോൾ ക്രമമുണ്ടോ അതിന്? അങ്ങനെ ഒരു ക്രമം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ക്രമം കണ്ടിട്ടില്ല. ഞാനത് ഇതിലുള്ള ഈ ക്രമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ആ ക്ഷേത്രങ്ങളുടെ ഞാൻ ഏറ്റവും അടിയിൽ ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ദിവസം അയച്ചു കൊടുത്തിട്ടുണ്ടത് ആ ക്ഷേത്രങ്ങളുടെ പേരുകള് ക്രമത്തില്. അത്രേ ഉള്ളൂ. അല്ലെ സ്വാമിജി അങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. സ്വാമിജിയുടെ വർക്കാണ്. നമുക്ക് കിട്ടാത്ത എത്രയോ വർക്ക് ഉണ്ടാവും. അന്നൊന്നും നമ്മൾ ഇത്രയും താല്പര്യമായിട്ട് നോക്കിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഇത്രയൊന്നും ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എവിടെയെങ്കിലും ഉണ്ടാകാം ഒരു പക്ഷെ. ഒരു ലിസ്റ്റായിട്ട് ആ ക്ഷേത്രങ്ങളുടെ ഇല്ല. ഇപ്പൊ സാറ് തരുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു ലിസ്റ്റായിട്ട് നമ്മൾ മറ്റിടത്ത് കണ്ടിട്ടില്ല. ഈ ഒരു ക്ഷേത്രത്തെ പറ്റി മാത്രം എഴുതാതിരുന്നപ്പോൾ ചട്ടമ്പിസ്വാമി ഗുരു ആവശ്യപ്പെട്ടു എന്തുകൊണ്ട് ഓച്ചിറയെ പറ്റി ചേർത്തില്ല എന്നുള്ള തരത്തില്. അപ്പം അവിടെ ഒന്നും തന്നെ കാണാനില്ലല്ലോ പ്രത്യേകിച്ച്. അപ്പൊ അത് എഴുതിയിരുന്നാൽ മതി. അതെ, ഒന്നുമില്ലാന്ന് എഴുതിയേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ ശ്ലോകത്തെ പറ്റിയുള്ള ചരിത്രം സ്വാമിയുടെ അറിയപ്പെടുന്നത്. നമുക്ക് വൈപ്പിൻ, ഞാൻ പടം നോക്കുമായിരുന്നു. വൈപ്പിൻ, എടയാർ, കടമക്കുടി അതിനൊക്കെ അടുത്താണ് എറണാകുളം ജില്ലയില്. അപ്പൊ ആ പടിഞ്ഞാറൻ വഴിയാണത്. അതെ, എറണാകുളം ജില്ലയാണ്. അതെ അതെ, പടിഞ്ഞാറൻ തീരദേശ വഴിയാ. അതെ, തീരദേശം. ഫോർട്ട് കൊച്ചി എറണാകുളത്തുനിന്ന് അധികം ദൂരം ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ആ ഭാഗത്ത ബോൾഗാട്ടി പാലസിൽ നിന്ന് ഒരുപക്ഷെ അതെ അടുത്ത് തന്നെയാണ്. ഇനിയിപ്പോ നാട്ടിൽ പോകുമ്പോ അവിടെ ഒന്ന് പോണമെന്നത് ഒരു മോഹമായി തുടങ്ങി. ക്ഷേത്രങ്ങളെല്ലാം നമുക്കൊന്ന് പോയി കാണണ്ടേ സാറ് പറയുന്നത്? അതെ, ഒരു സ്പെഷ്യൽ ടൂർ വയ്ക്കാം ഫ്രാൻസിസ് സാറിന്റെ നേതൃത്വത്തില്. അത് നല്ല സമയം വേണം. നല്ല സമയം വേണം. 1-2 ദിവസം കൊണ്ടൊന്നും ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോകാൻ പറ്റില്ല. കാരണം അത് ഇവിടെ മാത്രം നിൽക്കുന്നില്ല, കേരളത്തിലും മാത്രമല്ല. മറ്റു ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ. കാഞ്ചി, കാമകോടിയൊക്കെ വരുന്നുണ്ട്. നല്ല സമയമുള്ളപ്പോഴേ പറ്റുള്ളൂ. ബാലൻ എന്തെങ്കിലും പറയുന്നുണ്ടോ ബാലകൃഷ്ണൻ നായർ? വളരെയധികം സന്തോഷമുണ്ട് കേൾക്കാൻ സാധിച്ചതിൽ.
ഈ പറഞ്ഞ പോലെ ഇളങ്കുന്നപ്പുഴ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നുള്ളത് ഈ പറഞ്ഞ അർത്ഥം ആ മൂന്നാമത്തെ പാദത്തില് ആ വാക്കുകൾ ചേർത്ത് വെച്ചിരിക്കുന്നതിന്റെ ആ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കുകയായിരുന്നു. അത് വായിച്ചാലും മനസ്സിലാകില്ല, എത്ര വായിച്ചാലും. ഞാൻ പല പർവ്വതങ്ങളെ കുറിച്ച് ആലോചിച്ചു. മന്ദാചലം എന്ന് പറഞ്ഞ നീ വേറെ പർവ്വതങ്ങളാണോ സഹ്യാദ്രിയാണോ, പല സംശയങ്ങളും വന്നു. പക്ഷേ ഇളങ്കുന്നപ്പുഴയ്ക്ക് ഇളം എന്നുള്ളതിന് മന്ദം എന്നുള്ള രീതിയിൽ അതിനർത്ഥം കൊടുത്ത് അതാണ് അതിൻ്റെ ഒരു ഭംഗി അവിടെ. അതെനിക്ക് വളരെ മനസ്സിലാക്കാൻ ആദ്യം വളരെ വിഷമമായിരുന്നു. ഇപ്പോഴേ സാർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പൊതുവെ എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നു. പിന്നെ ഈ സംസ്കൃത അഭിലാഷമുള്ള ആൾക്കാർക്ക് അത് പ്രത്യേകിച്ചും വളരെ വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇനിയത് തുടരുമ്പോൾ കഴിയുമ്പോഴൊക്കെ വരാമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നന്ദി, നമസ്കാരം. ആ പദവിന്യാസം എന്ന് പറഞ്ഞാലേ അത് എളുപ്പമല്ല. അത് ആ പദങ്ങളെ അങ്ങനെ വിന്യസിച്ച് കൊണ്ടുവരിക എന്നുള്ളത്, അതിന്റെ ആ വൃത്തത്തിൽ നിർത്തിക്കൊണ്ട് ആ പദങ്ങളെ ആ മന്ദാചല പ്രസ്രവ നിലയഗത, മന്ദ അചല അപ്രസ്രവ നിലയഗത പ്രയോഗം, അതൊരു പ്രയോഗം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കവിയായിട്ട് ജനിച്ച ആൾക്കേ അത് വരുള്ളൂ എന്നുള്ളതാണ്. അവരിൽ നിന്ന് എങ്ങനെയാണ്, അവരിൽ നിന്ന് ആ വാക് പ്രസരം ഉണ്ടാകുമ്പോ, അല്ലെ, ആ വാക്കിന്റെ പ്രസരം തന്നെയാണ്. ആശയം വാക്കുകളായിട്ടങ്ങ് പ്രസരിക്കുകയാണ് ചെയ്യുന്നത്, ഒഴുകി അങ്ങോട്ട് എത്തുകയാണ്. അതൊരു കവിത്വം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സാറേ? ആ, അതായത് പരിലക്ഷിത പദാർത്ഥാപ്തി കൽപ്പം എന്ന് പറഞ്ഞപ്പോ ഈ ഭക്തൻ ആഗ്രഹിക്കുന്ന അഭിലാഷങ്ങളല്ല. ഇപ്പൊ ഈ ചില ആൾക്കാർ ഇപ്പൊ മാർത്തന്മാരുണ്ട്, ദുഃഖമുള്ളവർ പ്രാർത്ഥിക്കുന്നു, പിന്നെ ചില ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, ജ്ഞാനം ലഭിക്കാൻ നോക്കുന്നു. അപ്പൊ ഇവിടെ പദാർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് ദ്രവ്യങ്ങളാണോ, കിട്ടാനുള്ള ആഗ്രഹമാണോ, അതോ അതും കൂടി ഉൾപ്പെടുത്തിയാണോ? അതായത് പദങ്ങൾ കൊണ്ട് അർത്ഥിക്കപ്പെടുന്നതൊക്കെ പദാർത്ഥങ്ങളാണ്. പദാർത്ഥം എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ച പദാർത്ഥം, ആഗ്രഹങ്ങളെ നമ്മൾ പറയുന്ന പദങ്ങളുടെ അർത്ഥമുണ്ടല്ലോ. പദം ഇപ്പൊ എന്താണ്, ആരോഗ്യം വേണം. അപ്പൊ ആരോഗ്യം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആരോഗ്യാവസ്ഥയാണ്. അപ്പൊ ആ പദാർത്ഥം അഭിലഷിച്ചത് എന്തോ അതാണ്. പദങ്ങളുടെ അർത്ഥമായി വരുന്നതൊക്കെ പദാർത്ഥങ്ങൾ. അത് നമ്മൾ സാധാരണ മെറ്റീരിയൽ എന്ന് പറയുന്ന അർത്ഥം മാത്രമല്ല, ബാക്കി പദത്തിന്റെ അർത്ഥമായി എന്തു വന്നുവോ. ഇപ്പൊ ഒരാൾ പറയാണ്, എനിക്ക് ശത്രുക്കൾ ഇല്ലാതെ ആകണം, അല്ലെങ്കിൽ പണ്ട് നമ്മുടെ കുംഭകർണൻ പറഞ്ഞ പോലെ നിദ്രാവത്വം എന്നായിപ്പോയി പറഞ്ഞത്. അതുകൊണ്ട് നിദ്രാവത്വം പദാർത്ഥമായി അദ്ദേഹം എന്തായി, ഉറക്കത്തിന്റെ രാക്ഷസനായിട്ട് മാറി. നിർദേവത്വം എന്ന് പറഞ്ഞെങ്കിൽ അതെന്താകുമായിരുന്നു, ദേവന്മാരില്ലാത്ത അവസ്ഥ എന്ന് പദാർത്ഥമായി വരുമായിരുന്നു. അപ്പോ ആ പദം ഇപ്പൊ ഗുരുത്വക്കേട് വരാതെ തന്നെ പറയുക എന്നുള്ളതും എന്താണ്, അതും അവിടെ അവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ആ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് കുംഭകർണൻ എന്ത് പറഞ്ഞത്, നിർദേവത്വം എന്നുള്ളത് നിദ്രാവത്വം എന്നായിട്ട് പോയത്. വാൽമീകി നിഷാദിനെ ശപിച്ചപ്പോൾ എന്തായിത്തീർന്നു, അയ്യോ ശപിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തായിത്തീർന്നു, ഇത് ശ്ലോകമാകട്ടെ എന്ന് പറഞ്ഞു. ശ്ലോകമായപ്പോ അതിൽ പദാർത്ഥവും അങ്ങനെ തന്നെ ഉണ്ട്. മാ നിഷാദ എന്നത് ചേർന്ന് കഴിഞ്ഞാൽ എന്തായി, മാ നിഷാദ എന്ന് ശ്രീനിവാസൻ എന്ന അർത്ഥം അവിടെ വരത്തക്ക വിധത്തിലുള്ള പദങ്ങൾ അവിടെ ഉണ്ട്. ഇതാണ് ഗുരുത്വമുള്ളവന്റെ പ്രാർത്ഥനയും ഇല്ലാത്തവന്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം അവിടെ സ്പഷ്ടമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇന്നിവിടെ അവസാനം മുഴുവിപ്പിക്കാം. രാധ വ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ജ ശ്രോത്രജിഹ്വാ
जिह्वे न चक्राणनेत्रे न च व्योमभूमिर्न तेजो न वायुः चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न च प्राणसंज्ञो न वै पञ्चवायुः न वा सप्तधातुर्न वा पञ्चकोश न वाक्पाणिपादं न चोपस्थपायु चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न मे द्वेषरागौ न मे लोभमोहौ मदो नैव मे नैव मात्सर्यभाव न धर्मो न चार्थो न कामो न मोक्षः चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदा न यज्ञाः अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं न मृत्युर्न शङ्का न मे जातिभेदः पिता नैव मे नैव माता च जन्म न बन्धुर्न मित्रं गुरुर्नैव शिष्यः चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् अहं निर्विकल्पो निराकाररूपो विभुत्वाच्च सर्वत्र सर्वेन्द्रियाणां न चासङ्गदं नैव मुक्तिर्न मेयः चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहं चिदानन्दरूप शिवोऽहं शिवोऽहम् ॐ गुरुभ्यो नमः।